ഇടമലയാർ ഇറിഗേഷൻ കനാൽ അഴിമതിയിൽ 44 പ്രതികൾക്ക് 3 വർഷം തടവ്. ഒന്നാം പ്രതിയായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും 2,34,00,000 രൂപ വീതം പിഴ നൽകണം. കേസിൽ ഒരാളെ കുറ്റവിമുക്തനാക്കി. തൃശൂർ വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. സൂരജ് സജി വിവരങ്ങൾ നൽകാനുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ ഇടമലയാർ ഇറിഗേഷൻ കനാൽ അഴിമതി കേസിൽ ശിക്ഷാവിധി വന്നിരിക്കുകയാണല്ലോ, എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇടമലയാർ കനാൽ അഴിമതിയിലാണ് ഇപ്പോൾ ഈ ശിക്ഷാവിധി പുറത്തു വന്നിരിക്കുന്നത്. 44 പ്രതികൾക്ക് 3 വർഷം തടവിന് വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ എക്സിക്യൂട്ടീവ് ഇടമലയാർ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും 2,34,00,000 രൂപ വീതം പിഴ നൽകാനും പിഴയും കോടതി ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പ്രതികൾ 3 ലക്ഷം രൂപ 6 ലക്ഷം രൂപ വീതം പിഴ നൽകണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 3 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരുന്നത്. ഓരോ വകുപ്പുകളിലും 2 ലക്ഷം രൂപ വീതം പിഴ ചുമത്തുകയായിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും 39 കേസുകളിൽ ഇരുവരും പ്രതിയായതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള പിഴത്തുക കോടതി ചുമത്തുകയായിരുന്നു. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് 10 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായ കേസിലാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കരാറുകാർ ഉദ്യോഗസ്ഥരെയും പ്രതി ചേർത്തുകൊണ്ട് വിജിലൻസ് നടത്തിയ അന്വേഷണം, വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടം, ഇതിനൊടുവിലാണ് ഇപ്പോൾ ഈ കേസിൽ വിധി വന്നിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്.